ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ ഓണത്തിന് വേണ്ടി പച്ചക്കറികൾ കൃഷി ചെയ്ത് ആ സമയത്ത് വിളവെടുക്കാനായിട്ടുള്ള നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതും ശരിക്കും പറഞ്ഞാൽ നിങ്ങളും കൂടെ ഇതേപോലെ എൻ്റെ ഒപ്പം കൃഷി ചെയ്ത് തുടങ്ങാൻ വേണ്ടിയാണ്. എൻ്റെ കൂട്ടുകാർ ആരൊക്കെയുണ്ട് എൻ്റെ ഒപ്പം തന്നെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെടികളൊക്കെ ഏകദേശം ഒരു പകുതി വളർച്ചയായോ തുടങ്ങുന്നതേ ഉള്ളോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിത്തുകളൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെണ്ണം നമ്മൾ വാരി മുളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എവിടം വരെ ആയി എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാ. ഗ്ലാസ്സിനകത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്നത് ഇതേ കണ്ടോ, ഇവിടം വരെ ആയിട്ടുണ്ടേ. കിളുത്ത് ഏകദേശം എല്ലാം തന്നെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ പ്രോട്രേക്കകത്ത് വെച്ചതും കണ്ടോ ഇവിടം വരെ ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിനകത്തേക്ക് കണ്ടോ മുളച്ച വിത്തുകളെ വാരി വെച്ചിരുന്നില്ലേ, കണ്ടോ ഇത് തണ്ണിമത്തൻ്റെ വിത്തുകളാണേ. പിന്നെ ദേ ഇവിടെ കുറച്ച് പാവലുണ്ട്. പിന്നെ ഇത് പാവൽ ഇതേ മുളച്ച് കയറി കഴിഞ്ഞു കണ്ടോ, ഇത്രയും വരെയായി. ഇതും പാവല. അതുപോലെ ദേ ഇവിടെ ഒന്ന് രണ്ട് സാധനങ്ങളൂടെ നമ്മൾ ആ ഒപ്പം കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയും ആയ സ്റ്റേജിന് ശേഷം മാറ്റി നട്ടവരുണ്ടല്ലോ, മാറ്റി നട്ടവരെന്ന് പറഞ്ഞാൽ അതേ നമ്മുടെ മത്ത കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുളയൊന്നും വന്നിട്ടില്ല, അവിടെ നിന്നോട്ടെ മുള വരുമെന്ന് പറഞ്ഞില്ലേ. ഇതേ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ വഴുതന, അതുപോലെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ മുളക്, പച്ചമുളകിൻ്റെ ഒക്കെ തൈകളാണ് മാറ്റി നട്ടവർ ചൂട് പിടിച്ചു തുടങ്ങിയിരിക്കുവാണ്. ദേ ഇവിടെയൊക്കെ കണ്ടോ മുളകിൻ്റെ തൈകളാണേ. അതിൽ ഇത് നമ്മൾ പുതിയതായിട്ട് നട്ടുവെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇതൊന്നും എനിക്ക് തോന്നുന്ന ശരിക്കും പറഞ്ഞാൽ ഓണം ആകുമ്പോഴത്തേക്കിനൊന്നും ഈ കുഞ്ഞു തക്കാളിയെന്നൊന്നും തക്കാളിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ തക്കാളി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു തക്കാളി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ദേ ആ സൈഡിലോട്ട് നമ്മൾ നോക്കിയാൽ കണ്ടോ പടവലങ്ങയൊക്കെ ആയിട്ടുണ്ട്, കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുരക്കയാണെങ്കിൽ ഇതുണ്ടോ, ചുരക്ക വള്ളി വീശി അങ്ങോട്ട് കയറി തുടങ്ങിയിരിക്കും. അവന്മാരിതേ ഇവിടുന്ന് നേരെ കയറ് കെട്ടിക്കൊടുത്ത ഇവിടെ വന്നപ്പോൾ അവന്മാർ മാറ്റി വളർന്നു തുടങ്ങി. പിന്നെ ഈ ചുരക്കൊക്കെ ഇങ്ങനെ കണ്ട ഇലയുടെയും തണ്ടിൻ്റെ ഇടയിലായിട്ട് ചെറിയ സക്കറുകൾ ഉണ്ടാകുവേ. അപ്പൊ ഇവര് പന്തലെ കയറി പടർന്നു തുടങ്ങുന്നിടം വരെ ഇത്തരത്തിലുള്ള ചെറിയ സക്കറുകൾ കണ്ടോ, ഇതുപോലുള്ള സക്കറുകളെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കായ്കളെ ഉണ്ടാകത്തുള്ളൂ. അതേ പെട്ടെന്ന് കായ ഉണ്ടാകും, പക്ഷെ ചെറിയ കായ്കളെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പന്തലെ കയറി പടർന്ന് തുടങ്ങി കഴിയുമ്പം ശിഖരങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പം അത് നല്ലപോലെ കായ്കൾ പിടിച്ചു തുടങ്ങും. പിന്നെ ദേ ഈ ഗ്ലാസ്സിനകത്ത് കണ്ടോ, അന്ന് നമ്മൾ സുക്കിനി മാറ്റി നട്ടതാണേ. മാറ്റി നട്ടതല്ല, വിത്തുകൾ ഇതിനകത്താണ്, മുളച്ച വിത്തുകളായിരുന്നു ഇതിനകത്താണ് നട്ടത്. ദേ പറന്നു പോകുന്ന കണ്ടോ ആമവണ്ടാണ് ഇത്തരത്തിലുള്ള ചെടികളുടെ എല്ലാം പ്രധാന ശത്രുക്കൾ. ഇപ്പം നമ്മൾ എന്ത് കീടനാശിനി, നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികളാണല്ലോ, എന്ത് തരത്തിലുള്ള ജൈവ കീടനാശിനി ഉപയോഗിച്ചാലും ഉടനെ മഴ പെയ്തു പോകും. അതുകൊണ്ടാണ് ഇവർ വീണ്ടും ഇതേ പിടിക്കാനായിട്ട് വരുന്നത് കണ്ടോ. അപ്പം ഇന്ന് തന്നെ നമുക്കിതിനൊരു മരുന്നും കൂടെ ചെയ്തു കൊടുക്കണം. ഇത് നമ്മുടെ വെണ്ടയാണേ, ഞാൻ കഴിഞ്ഞ ദിവസവും കാണിച്ചു തന്നിരുന്നതാണ്. അപ്പം മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കിതിൻ്റെ ചോട്ടിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കണം കണ്ടോ. പതുക്കെ ഞാൻ അതിൻ്റെ ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് മണ്ണ് ആ ചോട്ടിലോട്ട് നമ്മൾ അടുപ്പിക്കുക ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുന്ന ഒപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്നറിയോ, കളകളൊക്കെ ഉണ്ട് അതങ്ങ് മാറ്റുകയും ചെയ്യണേ. ഇത് കണ്ടോ, രണ്ട് പുല്ലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളത് എത്ര നോക്കിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ ഈ മണ്ണ് ഇളക്കിയിട്ട് ഇവരുടെ ചോട്ടിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിന് കൊടുക്കുന്ന വളം എന്നാണെന്നറിയോ, ഇത് ആട്ടിൻവളം ഉണ്ടല്ലോ, ആട്ടിൻവളം നല്ലോണം പൊടിച്ച് അതിൻ്റെ കൂടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടുവളമാണേ. അപ്പോൾ ആ വളമാണ് നമ്മൾ ഇതുപോലെ പൂ കുത്തി നിൽക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ ചോട്ടിൽ അപ്പം തണ്ടേ മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കും. അതേസമയം ഇത്രയും പ്രായമാകാത്ത ചെടികളാണെങ്കിൽ അവർക്കും നമുക്ക് ചെറിയ തരത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ മണ്ണടിപ്പിച്ച് കൊടുക്കണം ഓരോ പ്രാവശ്യവും. ഈ മണ്ണടിപ്പിച്ച് കൊടുക്കലാണ് അവരുടെ പ്രധാന വളർച്ചയ്ക്കുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പയറിൻ്റെ ചെടിയൊക്കെ കണ്ടോ കയറി വന്നിട്ടുണ്ട്. പന്തലെ കയറി കഴിയുമ്പോൾ അതിൻ്റെ തലപ്പ് നിങ്ങളൊന്ന് നുള്ളി കൊടുക്കണം. എന്നാലേ ഇതിൽ പെട്ടെന്ന് ഇഷ്ടം പോലെ പയറുണ്ടായി കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം ഇവിടെ ഒരു 3 ചുവട് പയറുണ്ട്, ഇവിടെ ഒരു 3 ചുവട് പയറുണ്ട്. അതിലെല്ലാം തന്നെ മൊട്ട് വരാനുള്ള ഒരുക്കമായി തുടങ്ങി കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടും. പിന്നെ ഇതൊരു നിത്യവഴുതനയാണ്.
ഈ പോകുന്നുണ്ടോ, ഇതൊരു കുമ്പളമാണേ. പിന്നെ ദേ ഇവിടെ നമുക്ക് വഴുതനയുണ്ട്. നമുക്കിപ്പോൾ പറിക്കാറായ അല്ലെങ്കിൽ ഇപ്പോൾ വിളവ് കിട്ടുന്ന തരത്തിലുള്ള വഴുതനയുമുണ്ട്. അതിനൊപ്പം നമ്മൾ പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. തക്കാളി ആണെങ്കിലും ഒക്കെ ഇത് കണ്ടോ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ കുഞ്ഞു തൈ വെച്ച് പിടിപ്പിച്ചില്ലേ, അതുപോലെ വെച്ച് പിടിപ്പിക്കുന്ന തൈകൾ ഒരു 45 ദിവസം, അതായത് ഒരു 1.5 മാസത്തിലധികം എടുക്കും അതിൽ നിന്ന് കായ്കൾ ഉണ്ടായി കിട്ടാൻ. അതുപോലെ നമുക്ക് ഓണത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് വെണ്ട പെട്ടെന്ന് ഉണ്ടായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ചു തന്നില്ലേ എൻ്റെ 2 ചോട് വെണ്ട, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 ചോട് വെണ്ട കൂടെ നട്ടുപിടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെ കുറച്ച് വലിയ ഇലകളുള്ള വെണ്ടയാണെന്ന് തോന്നിയ കാരണം അവർക്ക് ഇലയ്ക്ക് നിൽക്കാനുള്ള ഒരു വിസ്താരമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ചെടിയെ കൊണ്ട് നട്ട് വളർത്തിയില്ല. അവർ 2 ചോട് അപ്പുറം ഇപ്പുറയും നല്ലപോലെ നിന്ന് വളരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, വഴുതനയൊക്കെ വഴുതന ഉരുണ്ട വഴുതനയാണ്, വയലറ്റ് ചെറിയ വഴുതനയാണ്, ഒത്തിരി വലുതാകുന്ന കായ്കളല്ല. പിന്നെ നമുക്കിവിടെ വെണ്ടയൊക്കെ ഉണ്ട്. ചെറിയ തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊപ്പം പഴയ ചോട് വെണ്ടയെ ഞാൻ കളഞ്ഞില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ചെറിയ വെണ്ട ചിലപ്പം വളർന്നു വന്ന ഓണം ഇപ്രാവശ്യം നേരത്തെ ആണല്ലോ, അപ്പൊ കായ്ച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ആ പഴയ വലുതുകളെ എല്ലാം ഇവിടെ നിർത്തിയിരിക്കുവാണേ. ഇതിന്റെ മുകളിലോട്ടേ നമ്മുടെ കുറ്റി അമരയാണ്. പക്ഷെ ചെറുതായിട്ട് ചിലർക്കൊക്കെ വള്ളി വീശും. അപ്പം തലപ്പം നുള്ളി കൊടുക്കണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അപ്പൊ അതേ ആ ഒരു അമര കയറി ഇവരെ ചുറ്റി ഇട്ടിരിക്കുക. എന്നാലും വെണ്ടയ്ക്ക ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് അവരങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കുറ്റിയമര കണ്ടോ, കുറ്റിയമര വളർത്താത്തവരെല്ലാം ഈ സമയത്ത് വാങ്ങിച്ച് വളർത്തിക്കോണം. നല്ല സാധനമാണ്. കൊലയായിട്ട് കായ്കളുണ്ടാകും. നല്ല ബീൻസ് പോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെച്ചാൽ ബീൻസിനേക്കാളും നല്ല ടേസ്റ്റാണ്. വളർത്താൻ ഇപ്പം വള്ളി ബീൻസ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ചൂട് കൂടിയ സ്ഥലങ്ങളിലൊന്നും അത്ര നന്നായിട്ടുണ്ടാകത്തില്ല. അപ്പം അതേസമയം ബീൻസിൻ്റെ അതേ രുചിയിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഈ കുറ്റി അമരകൾ നന്നായിട്ടുണ്ടായി കിട്ടും കേട്ടോ. അപ്പം അതാരും വളർത്താനായിട്ട് മടി പിടിക്കരുത്. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടുകയും ചെയ്യും. നമ്മുടെ വരയം പീച്ചിലൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന കണ്ടോ, മുട്ടിന് ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പച്ചക്കറികളുടെ ഏതിൻ്റെയെങ്കിലും വിത്തുകൾ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എഴുതി തരുന്നൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങളൊരു വാട്സാപ്പ് മെസ്സേജ് ഹായിന്നോ വിത്തുകൾ വേണമെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറി വിത്തുകളും ഞാനിവിടെ ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണോ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്കും തരുന്നത്. അപ്പം അത് മുളയ്ക്കും അല്ലെങ്കിൽ കിളുക്കും എന്നൊക്കെ നമുക്കറിയാം. പിന്നെ പച്ചക്കറിയുടെ കൃഷിയിലെന്ന് പറഞ്ഞാൽ വിത്ത് മുളച്ചെന്ന് വിചാരിച്ച് മുളച്ചതെല്ലാം നമുക്ക് കായ്ഫലങ്ങൾ തരുന്നവരാകണമെന്നില്ല, അല്ലെങ്കിൽ കിളിർത്തു തുടങ്ങിയവരെല്ലാം തരണമെന്നില്ല. അത് വളർത്തിയിട്ടുള്ളവർക്കറിയാം. അപ്പം നമ്മളൊരു 4, 5, 10 എണ്ണം വെക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് ഒരു 5 ചെടിയിൽ നിന്നും ഫലങ്ങൾ കിട്ടുന്നത്. അത്രയും നമ്മൾ പ്രതീക്ഷിക്കാവൂ. ചിലപ്പോഴാണ് 8 നിന്നും കിട്ടിയേക്കാം, ചിലപ്പോഴാണ് 10 നിന്നും കിട്ടിയേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും പകുതിയിൽ താഴെയോ ആയിരിക്കണം പച്ചക്കറിയുടെ കൃഷിയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ ക്ഷമ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം കൂടെയാണ് കൃഷി. ഇത് നമ്മുടെ ഒരു സ്നോ വൈറ്റ് കുക്കുംബർ വള്ളി വീശി കയറി തുടങ്ങുന്നതാണേ. അപ്പം അവിടെ ഉണ്ട്. ഇതത്ര എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പിടിച്ചു കിട്ടും, ചിലപ്പോൾ പിടിച്ചു കിട്ടത്തില്ല. അപ്പം നമ്മൾ ഈ എടുത്ത വളത്തിൻ്റെ ഒരു ശകലം മിച്ചമുണ്ട്. അത് ഞാൻ ഈ പയർ നല്ലോണം നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുവാണ്. അപ്പം പെട്ടെന്ന് കായ്കൾ ഉണ്ടാകട്ടെ. നമുക്കത് ഈ വളം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എപ്പോഴും മുകളിലോട്ടൊരു കയറ് കെട്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ അതേ കൂടെ അവരങ്ങ് ഒരുമിച്ച് 2 സൈഡിലും കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കൂടെ പിടിച്ച് അവർ മേളിൽ കയറിക്കോളും. മേളിൽ ചെന്നിട്ടാണ് അവർ കായ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓണത്തിന് വിളവെടുക്കാനുള്ള പച്ചമുളകിൻ്റെ ചെടികളാണ്. കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി നട്ട വഴുതനകളാണ്. ഇതൊരു ചുവടുണ്ട്, അതൊരു ചുവടുണ്ട്, ഇതൊരു ചുവടുണ്ട്. അപ്പം ഇതൊക്കെ വേര് പിടിച്ചങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ മാറ്റി നട്ട് ചുവട് പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന പച്ചക്കറികൾക്കാണെങ്കിൽ കൊടുക്കേണ്ട വളം ഏതാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മൾ ഒരു 3 ദിവസം മുന്നേ 1 പിടി കടലപ്പിണ്ണാക്ക് വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ നമ്മൾ ഇതുപോലെ ചെറിയ ചെടികൾക്ക് കൊടുക്കുമ്പോൾ. അപ്പം അതുപോലെ നമ്മൾ കലക്കിയെടുത്തിട്ട് ഒരു കുറച്ച് നോക്കിക്കോണം. കണ്ടോ, ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം വളരെ നേർത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലപ്പിണ്ണാക്കിൻ്റെ വളം. അപ്പം ഇത് ഞാൻ കൊണ്ടുപോയി നിറയെ വെള്ളം ഒഴിച്ച് നേർപ്പിക്കാൻ പോവുകയാണേ. 1/4 ഭാഗമേ ഉള്ളൂ നമ്മൾ കലക്കിയിരിക്കുന്ന വളം. കണ്ടോ, ഇതുപോലെ നമ്മൾ
നേർപ്പിച്ചെടുക്കും. എന്നിട്ട് ചെടിയുടെ ചോട്ടിൽ ഇത് നമ്മൾ അന്ന് മാറ്റി നട്ട പാവലാണേ, ഇതേ പതുക്കെ ചോട് പിടിച്ച് വള്ളിയൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ചോട്ടിലോട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇലകളിലൊന്നും അത്രയ്ക്ക് വീഴാൻ നോക്കണ്ട. അങ്ങനെ വരുമ്പം ഇത് അതുപോലത്തെ കുഞ്ഞു വഴുതനയാണേ. ഇനി നമ്മളെ കണ്ട വഴുതനയ്ക്ക് കൂടെ കൊടുത്തിട്ട് വരാം. ഇതിന് നമ്മളങ്ങോട്ട് കണ്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ചോട്ടി മുട്ടിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ വളരെ നേർപ്പിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇത് ഇച്ചിരി വലിയ ചെടിയായതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലോട്ട് ബാക്കി മൊത്തം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതുണ്ട് പീച്ചിലുണ്ടായി കിടക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നതേ, ഇപ്പം മഴക്കാലമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പം പുതിയ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ചാമ്പയുണ്ടേ. അപ്പോൾ ആ ചാമ്പയ്ക്ക് എനിക്കൊരു തൈ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഒരു പ്രശ്നമാണേ, ചാമ്പയിലുണ്ടാകുന്ന ചാമ്പയ്ക്കായ്ക്ക് വിത്തുകളില്ലാത്തതാണ്. അപ്പം നമുക്ക് ഈ ചാമ്പയുടെ അതേ ഗുണത്തിലുള്ള ഒരു പുതിയ ചാമ്പത്തൈ ഉണ്ടാക്കിയെടുക്കണം. എനിക്കത് പറമ്പി നടാൻ വേണ്ടിയാണ്. വേഗം തന്നെ പോയി ചാമ്പത്തൈ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് വരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബക്കറ്റിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞു ചാമ്പയാണേ. ആ വേനലിൻ്റെ കാഠിന്യമൊക്കെ വന്നപ്പം അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച പോലെ നിൽക്കുമായിരുന്നു. ഇപ്പം മഴ പെയ്തു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു നാമ്പുകളൊക്കെ ഇഷ്ടം പോലെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു തൈ ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മുടെ ഒരു കപ്പളമാണ് കേട്ടോ. കയറി വരുന്നുണ്ടോ അവന്മാർ? ഇവിടെ നിന്ന് വളരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് വലിയ ഗ്രോ ബാഗിനകത്താണ് നിൽക്കുന്നത്. വളർന്ന് കയറി വരട്ടെ. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്കൊരു തൈ ഉണ്ടാക്കാൻ, ഇത് നല്ല മധുരമുള്ള ചാമ്പയ്ക്ക. നമ്മുടെ പണ്ട് കാലത്തെ സാധാരണ ചാമ്പയില്ലേ, ആ ചാമ്പയുടെ ചാമ്പയ്ക്ക പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഒരു കുറച്ച് ഭാഗം ഒരു 2 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാൻ പോവുകയാണേ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി അന്നത്തെ വീഡിയോ ഒന്നും കാണാതെയുള്ള പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഏകദേശം ഒരു 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ തൊലി അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റണം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കങ്ങ് അടർത്തിയെടുക്കാം. ഇങ്ങനെ നമ്മളിതിൻ്റെ തൊലി അങ്ങ് അടർത്തി മാറ്റും. അപ്പുറത്തെ സൈഡിലോട്ട് വര വന്നില്ല. അപ്പം തൊലി ഇളകിപ്പോകാൻ എളുപ്പമുണ്ട്. കണ്ടോ, ഇത്രയും ഭാഗം ഇതുപോലെ തൊലി അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ നിറച്ചെടുത്തിരിക്കുക ഈ കൂടിലെ. എന്നിട്ട് ഇത് നമ്മുടെ ഈ പാട് വന്ന ഭാഗം ഉണ്ടല്ലോ, ആ പാട് വന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് കണ്ടോ ഇതിനെ അങ്ങോട്ട് മുറുക്കി കെട്ടിക്കൊടുക്കണം കേട്ടോ. നല്ലോണം മുറുക്കി വേണം കെട്ടാനേ. ഇതിവിടെ നിന്ന് അഴിഞ്ഞു പോകരുത്, അതുപോലെ കാറ്റടിച്ചാലും ഒന്നും ഇളകരുത്. ആ രീതിക്ക് നല്ല ബലത്തിൽ ഇവിടോട്ട് നമുക്കൊന്ന് ഇതിനെ കെട്ടിക്കൊടുക്കാം. കണ്ടോ, ഇതുപോലൊന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തൈയായിട്ട് വളരും. ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. തൈയായിട്ട് ഇത് വളർന്ന് കിട്ടുമായിരിക്കും. നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടേ ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ലേ. ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുമായിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളർന്നു വരുന്ന തൈക്കെന്ന് പറഞ്ഞാൽ മണ്ണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ ആകാശം പോലുള്ള ഭാഗത്തല്ലേ ശരിക്കും പറഞ്ഞാൽ പുതിയ തൈ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ആകാശത്തുനിന്ന് തൈ ഉണ്ടാക്കിയെടുക്കുവാണേ. അപ്പോൾ ആകാശത്തുനിന്ന് തൈ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പച്ചക്കറിയുടെ കൃഷി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ചെടികളും നിങ്ങൾ ചെയ്തോണം. ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇതുണ്ടോ, സീതപ്പഴം കണ്ടോ, ഇതുപോലെ പഴങ്ങളെ സീതപ്പഴം ഉണ്ട്. ഇവിടെ ഉണ്ടായി കിടക്കുന്നത് ഓറഞ്ചാണേ. ഇതുണ്ടോ, ഉണ്ടായി വരുന്നത് ഓറഞ്ചാണ്. ഇവിടെ നിൽക്കുന്നത് പേരയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കിക്കേ, മുത്തുമണി പോലെ കിടക്കുന്നതുണ്ടോ. ഇതെന്നാന്നറിയോ, ഓസ്ട്രേലിയൻ ചെറി. ചെറിയ ചെറിയ ഇതാന്ന് ചെടി കണ്ടോ, ബൾബിട്ട പോലെ നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇതിനെ നമുക്കിങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വെറുതെ പറിച്ച് തിന്നാം. പണ്ടത്തെ നമ്മുടെ ചെത്തിപ്പഴം ഇല്ലേ, അതുപോലെ അതിനുള്ള വലിപ്പമുള്ളൂ ഇതിന്. അതേപോലെ പലതരത്തിലുള്ള ചെറിയുണ്ട്. ഇത് കണ്ടോ, ഇത് പഞ്ചസാരപ്പഴമാണേ. കണ്ടോ, പഴുത്തിട്ടില്ല, അതിനും ഇതേ നിറം വരും. നല്ല മധുരം കേട്ടോ. പഴുക്കുന്നതിന് മുമ്പാണെങ്കിൽ പോലും നല്ല മധുരമുണ്ട്. പഴച്ചെടികൾ നട്ട് വളർത്താൻ മറന്നുപോലും. ഓണമൊക്കെ ആകുമല്ലേ, എല്ലാവരും ഇതേപോലെ പച്ചക്കറികളൊക്കെ നട്ട് വളർത്തണം. ഇനി വളർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. വിത്തുകൾ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിത്തുകൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.